ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവ് എലമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഡിവ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, അതിന്റെ ഫുൾ ഫോം ആണ് ഡിവിഷൻ. ഓക്കെ, ഡിവ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. അപ്പൊ ആ ഒരു പേര് തന്നെ ഉണ്ട്, അത് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു റെപ്രസെന്റ് ഡിവിഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവ് എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കണ്ടന്റിനെ മറ്റ് കണ്ടന്റിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഡിവ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിന് എന്തുണ്ടായിരിക്കും? ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡിവിന്റെ ഇടയിൽ നമുക്ക് ഏത് ടാഗ് വേണമെങ്കിലും, ഏത് ടൈപ്പ് ടാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഡിവ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ഓർത്ത് വെക്കാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഡിവ്, ഇവിടെ ബോഡിന്റെ ഉള്ളിൽ ഡിവ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഡിവ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഡിവിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു സെക്ഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഇതൊരു സെക്ഷൻ ആണ്. ഇത് മൊത്തത്തിൽ ഒരു ഡിവിന്റെ ഉള്ളിലാണ് വരുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? ഒരു H1 ഉണ്ട്, ഒരു P ടാഗ് ഉണ്ട്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ ഈ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ഒരു മാറ്റമൊന്നും വിസിബിൾ അല്ല. പക്ഷെ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിവിന് കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇത് നേരത്തെ അതേ കോഡ് തന്നെയാണ്. കണ്ടോ, ഡിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഡിവിന് നമ്മൾ സ്റ്റൈൽ ചെയ്യാണ്. അതിന് നമ്മളിവിടെ സ്റ്റൈൽ ടാഗ് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ ഈ ഡിവ് എന്ന് പറഞ്ഞ എലമെന്റിനല്ലേ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്. അപ്പൊ ഡിവ് അതേപോലെ എഴുതി, എന്നിട്ട് ഇതൊരു CSS കോഡാണ്. നമുക്ക് CSS ഇനി അടുത്ത് പഠിക്കാനുണ്ട്, അന്നേരം നമുക്ക് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഇതൊരു CSS കോഡാണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ഡിവിലുള്ള എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി വരും? റെഡ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, കണ്ടില്ലേ? അപ്പൊ ഇതൊരു ബ്ലോക്കാണ്, ഇതൊരു ഡിവിഷൻ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ ഒരു H1 ഉം P യും ഒരു ബ്ലോക്ക് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഒറ്റ ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഡിവ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ 2 ഡിവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഡിവ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ, എത്ര ഡിവിഷനും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡിവ്, ഇതാണ് സെക്കൻഡ് ഡിവ്. അപ്പൊ ഫസ്റ്റ് ഡിവിന്റെ ഉള്ളിൽ H1 ഉണ്ട്, പി ടാഗ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഡിവിന്റെ ഉള്ളിലും H1 ഉണ്ട്, പി ടാഗ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 2 ഡിവിഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടിനും ഇപ്പൊ നമുക്കിപ്പോ ഇതിന് മാത്രമാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഡിവ് മാത്രം കൊടുത്താൽ ഇവിടെ 2 ഡിവ് ഉണ്ടായതുകൊണ്ട് രണ്ടിനും ബാധകമാവും, രണ്ടിനും അത് അപ്ലൈ ചെയ്യും. പക്ഷെ നമുക്ക് ഇതിനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ക്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ID വെച്ചിട്ടോ അതിന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ക്ലാസ് ഈക്വൽ ടു ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡിവ് ആണ്. അതായത് ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ഡിവിന് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഡിവ് ഡോട്ട് ഫസ്റ്റ്, ഈ ഫസ്റ്റ് എന്താണിത്? ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ് നെയിം ആണ്. അതുപോലെ ഡിവ് ഡോട്ട് സെക്കൻഡ്, അപ്പൊ എന്താണ്? ഈ രണ്ടാമത്തെ ഡിവിന് നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ് നെയിം ആണ് സെക്കൻഡ്. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ 2 ഡിവിനും സെപ്പറേറ്റ് സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ഡിവിന് റെഡും രണ്ടാമത്തെ ഡിവിന് യെല്ലോയും കൊടുത്തു. കണ്ടോ, ഇത് കണ്ടില്ലേ? ഇതിനാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. അതായത് കണ്ടോ, ഇത്രയും ഏരിയ എന്താണ്? ഒരു ഡിവിൽ വരുന്നതാണ്. അടുത്തത് ഇത്രയും ഏരിയ അടുത്ത ഡിവിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ ഡിവ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കണ്ടന്റിനെ മറ്റ് കണ്ടന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവിഷൻ യൂസ് ചെയ്തതെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? അടുത്തത് സെമാന്റിക് എലമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. സെമാന്റിക് എലമെന്റ്സ്. ഈ സെമാന്റിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമ്മൾ അധികം ഡിവ് ടാഗ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഡിവ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലെ നമ്മൾ എന്താ സെമാന്റിക് ടാഗ് വന്നതിന് ശേഷം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതെന്തിനാണ് ഡിവ് കൊടുത്താൽ നമുക്ക് മനസ്സിലാവൂല. ഒരു ഡെവലപ്പർ വേറെ ആരുടെങ്കിലും കോഡ് എടുത്ത് നോക്കുമ്പോൾ ഇത് ഇന്ന സെക്ഷൻ ആണ്, ഇത് ഇന്ന സെക്ഷൻ ആണെന്ന് മനസ്സിലാവില്ല ഡിവ് അല്ലാതെ ഡിവ് കൊടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഈ സെമാന്റിക് എലമെന്റ്സ് വന്നതോടുകൂടെ അതൊന്നുകൂടെ എന്താക്കും, നമുക്ക് മനസ്സിലാവും ഇത് ഹെഡർ സെക്ഷൻ ആണ്, ഇത് ഫൂട്ടർ സെക്ഷൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു സെമാന്റിക് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ഒരു കണ്ടെയ്നർ ആണ്. ജസ്റ്റ് ഇത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിസിബിൾ ആവുന്നില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ കോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്ന സെക്ഷനിലുള്ളതാണ്, ഇന്ന ഹെഡർ, ഇത് ഹെഡറിലുള്ളതാണ്. അങ്ങനെ നമുക്ക് ഓരോ ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ സെമാന്റിക് എലമെന്റ്സ് ഇൻ HTML, ഒരുപാട് സെമാന്റിക് എലമെന്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ കുറച്ച് എണ്ണത്തിന് നമുക്ക് പരിചയപ്പെടാം.
അപ്പൊ എന്തിനാണ് സെമാന്റിക് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ടു ഡിഫൈൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ വെബ് പേജ്. ഒരു വെബ് പേജിന്റെ ഡിഫറെന്റ് പാർട്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പൊ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ഓരോ സെമാന്റിക് ടാഗുകൾ. ഹെഡർ ഉണ്ട്, നാവ് ഉണ്ട്, സെക്ഷൻ, എസൈഡ്, ആർട്ടിക്കിൾ, ഫൂട്ടർ, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഹെഡർ പാർട്ടുള്ളതാണ്, ഇത് നാവിഗേഷൻ പാർട്ടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു സെമാന്റിക് ടാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ HTML സെക്ഷൻ എലമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ എലമെന്റ് അതൊരു ഈ ഡോക്യുമെന്റിലെ സെക്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു സെക്ഷനിൽ കൊടുക്കുന്ന ചാപ്റ്റേഴ്സ് കൊടുക്കും, ഇൻട്രൊഡക്ഷൻ, ന്യൂസ് ഐറ്റംസ്, കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ഈ ഒരു സെക്ഷന്റെ ഉള്ളിലാക്കി കൊടുക്കലുണ്ട്. അതിന്റെ കോഡ് ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഈ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ നമുക്ക് എന്തൊക്കെയാണോ കൊടുക്കുന്നത് കൊടുത്തിട്ട് സെക്ഷൻ ക്ലോസ് ചെയ്യുക. അങ്ങനെ എത്ര സെക്ഷൻ വേണമെങ്കിലും കൊടുക്കാം. സെക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഓർത്ത് വെക്കുക. അതിന്റെ ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അതിന്റെ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിലൊന്നും കാര്യമായിട്ട് മാറ്റൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് നമുക്ക് ഇതിന്റെ ഉപകാരം എന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സിനൊക്കെ നമുക്ക് ആ കോഡ് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ സ്പെസിഫൈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് കണ്ടന്റ്. അതായത് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് എലമെന്റ് യൂസ് ചെയ്യുന്നത്. ആ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ ടാഗിനുള്ളിൽ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഫോറം പോസ്റ്റ്, ബ്ലോഗ് പോസ്റ്റ്, യൂസർ കമന്റ്സ്, പ്രൊഡക്റ്റ് കാർഡ്സ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, അങ്ങനെ നമുക്ക് എന്തൊക്കെ കണ്ടന്റ്സ് ആണോ അങ്ങനത്തെ കണ്ടന്റ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്തു, അതിന്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു. അത് H1 ഏത് ടാഗ് വേണമെങ്കിൽ കൊടുക്കുക, എന്നിട്ട് ആർട്ടിക്കിൾ ക്ലോസ് ചെയ്തു. അടുത്തത് ഹെഡർ എലമെന്റ് ആണ്. അപ്പൊ ഹെഡർ എന്തിനായിരിക്കും? ഹെഡർ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഒരു പ്രോഗ്രാമിന് ഇത് ഹെഡർ ആണ് അല്ലെങ്കിൽ ഇത് ഫൂട്ടർ ആണെന്നൊക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡറും ഫൂട്ടറും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് റെപ്രസെന്റ്സ് എ കണ്ടെയ്നർ ഫോർ ഇൻട്രൊഡക്ടറി കണ്ടന്റ്. ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ, കണ്ടന്റ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കണ്ടന്റ് ഒക്കെ നമ്മൾ ഹെഡർ പാർട്ടിലാണ് കൊടുക്കുക. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഹെഡർ എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മോസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കുക ഒരു ഹെഡറിൽ? ലോഗോ ഒക്കെ നമ്മൾ ഫസ്റ്റ് അല്ലേ കൊടുക്കുക, ലോഗോ, ഐക്കൺ, 1 or more ഹെഡിങ് എലമെന്റ്സ്, ഓതർഷിപ്പ് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ഹെഡറിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഹെഡർ എങ്ങനെ കൊടുക്കുന്നത്? ഇതിൽ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ ഒരു ഹെഡർ കൊടുത്തു. കണ്ട ഹെഡർ എന്താണ് ഇവിടെ? ഫസ്റ്റ് ഇതാണ് ഹെഡർ. ഇപ്പൊ കണ്ടില്ലേ, ഇതൊരു ഹെഡർ സെക്ഷൻ ആണ്, നമുക്ക് ഇത് അറിയാൻ സാധിക്കും. അതുപോലെ ഉള്ളതാണ് ഫൂട്ടർ. ഫൂട്ടർ ഇവിടെ താഴെ ആയിട്ടാണ് കൊടുക്കുക അല്ലെ, ഹെഡർ മുകളിലാവും, ഫൂട്ടർ താഴെ ആയിരിക്കും. അപ്പൊ ഫൂട്ടർ എലമെന്റ്സ് ഡിഫൈൻസ് എ ഫൂട്ടർ ഫോർ എ ഡോക്യുമെന്റ് ഓർ സെക്ഷൻ. അപ്പൊ ഒരു ഫൂട്ടറിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകുക വെച്ചാൽ, ഇപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കും, അതുപോലെ ഓതർഷിപ്പ് ഇൻഫർമേഷൻ, കോൺടാക്ട് ഇൻഫർമേഷൻ, അതൊക്കെ നമ്മൾ ഏറ്റവും താഴത്തല്ലേ കൊടുക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഫൂട്ടർ എന്ന് പറയുന്ന എലമെന്റിൽ കൊടുക്കുക. കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ഫൂട്ടറിന്റെ ഉള്ളിൽ ഓതർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഏറ്റവും താഴത്തായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇതിലെന്താണ്, ഇത് ശരിക്കും ഈ ഒരു സെമാന്റിക് ടാഗ് നമുക്ക് വിസിബിൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും മാറ്റൊന്നും കാണില്ല റൺ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇത് എപ്പോഴാണ് ഉപകാരപ്പെടുക വെച്ചാൽ ഇതിന്റെ കോഡ് നോക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇത് ഇന്ന ഹെഡർ സെക്ഷൻ ആണ്, ഇത് ഫൂട്ടർ സെക്ഷൻ ആണ്, ഇത് നാവിഗേഷൻ സെക്ഷൻ ആണ്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നാവ് എന്താണെന്ന് വെച്ചാൽ നാവിഗേഷൻ ലിങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാവ് എന്ന് പറയുന്ന ഈ ടാഗാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, അതിന്റെ ഉള്ളിൽ നമുക്ക് എത്ര ലിങ്ക്സ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അടുത്തത് അസൈഡ് ആണ്. അസൈഡ് എന്താണെന്ന് വെച്ചാൽ സൈഡ് ബാറിന് വേണ്ടിയിട്ടാണ് അസൈഡ് കൊടുക്കുന്നത്. എലമെന്റ് ഡിഫൈൻസ് സം കണ്ടന്റ് aside from the content it is placed in sidebar. സൈഡ് ബാറിന് വേണ്ടിയിട്ടാണ്, അതായത് സൈഡിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അസൈഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് സെമാന്റിക് ടാഗിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കാര്യമായിട്ട് ഒന്നുമില്ല, നമുക്ക് അതിന്റെ യൂസ് മാത്രം, എന്തിനാണ് യൂസ് ചെയ്യുന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, അസൈഡ് ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, അതുപോലെ നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.